ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഒരു അടിപൊളി ടിപ്സാണ്. കൊതുകൊക്കെ നമ്മൾ വൈകുന്നേര സമയങ്ങളിലൊക്കെ ഒരുപാട് വരും. മഴക്കാലത്തും വൈകുന്നേര ടൈമിലൊക്കെ ഒരുപാട് വരും. അപ്പം ആ കൊതുകിനെ പെട്ടെന്ന് ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുമ്പ് ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തിരിക്കണേ. അപ്പം അതിനായിട്ട് വേണ്ടത്, ഈ ഒരു ടിപ്പിനായിട്ട് വേണ്ടത് ഒരു നാരങ്ങയാണ്. നാരങ്ങ ഇപ്പം നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ അടുക്കളയിൽ എല്ലാവരുടെയും കയ്യിൽ എപ്പോഴും അവൈലബിൾ ആയിരിക്കും. അപ്പം ഒരു നല്ല വലിയ ഒരു നാരങ്ങ എടുക്കാം. ഇനി ഈ നാരങ്ങ ഒന്ന് അതിൻ്റെ ആ ഒരു സൈഡുണ്ടല്ലോ, ആ ഒരു സൈഡിൽ ഒന്ന് മുറിക്കാം, ഒന്ന് കട്ട് ചെയ്യാം. കത്തി എടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം. എന്നിട്ട് അതിനകത്ത് ആ ഒരു നീരുണ്ടല്ലോ, നാരങ്ങയുടെ നീര്, അത് കുറച്ച് അതിനകത്ത് തന്നെ ഇരുന്നോട്ടെ. ബാക്കി നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പം ഞാനൊരു നാരങ്ങ എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ളൊരു നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി അത് എൻ്റെ സൈഡിൽ ഒന്ന് കട്ട് ചെയ്യണം. കത്തി എടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്യണം. അപ്പോൾ ഈ കട്ട് ചെയ്തിട്ട് ഇനി ഈ നാരങ്ങയുടെ അകത്തുള്ള ആ പൾപ്പുണ്ടല്ലോ, അത് നമുക്ക് വേണ്ട. അപ്പം അത് ഈ സൈഡിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതങ്ങ് പെട്ടെന്ന് നമുക്കത് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പം ഞാനത് റിമൂവ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു റെമഡി എന്ന് പറയുമ്പോഴത്തേന് നല്ല സൂപ്പർ എഫക്റ്റീവായിട്ടുള്ളതാണ്. ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയതാണ്. നല്ല ഒരു സൂപ്പറായിട്ടുള്ള നല്ല ഒരു റെമഡിയാണ്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ മസ്റ്റർഡ് ഓയിൽ ഉണ്ടല്ലോ, മസ്റ്റർഡ് ഓയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കടുകെണ്ണ, ആ എണ്ണ കുറച്ച് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് മാത്രം, 1 സ്പൂണോളം ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ കർപ്പൂരം ഒരു 2-3 എണ്ണം, അങ്ങനെ ആ ഒരു കർപ്പൂരം അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ പീസായിട്ടുള്ള കർപ്പൂരമാണുള്ളത്. അപ്പോൾ ഞാനതിൻ്റെ ഒരു 2-3 പീസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ഇടാൻ പോകുന്നത് ഒരു 2-3 കഷ്ണം നമ്മുടെ ഗ്രാമ്പൂ ഉണ്ടല്ലോ, അതും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇനി വേണ്ടത്, നമ്മൾ വിളക്ക് കത്തിക്കുമ്പോഴത്തേനും ഉപയോഗിക്കുന്ന ആ ഒരു കോട്ടൺ വെച്ചിട്ടുണ്ടാക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ഇതിപ്പം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് കോട്ടൺ എടുത്തിട്ട് നമുക്ക് തന്നെ അത് കൈകൊണ്ട് ഒന്നിങ്ങനെ തിരികെയിട്ട് കൈകൊണ്ട് തന്നെ നമുക്കങ്ങനെ ഇങ്ങനെ നമ്മൾ വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കത്തില്ല, അതുപോലെ തന്നെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ട് നമുക്കത് വെക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതെല്ലാം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു എണ്ണയിൽ ഇതൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വെച്ചിട്ട് എണ്ണ കൂടെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വരണമല്ലോ. അപ്പോൾ നമ്മുടെ എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തീപ്പെട്ടി എടുത്തിട്ട് ഒന്ന് കത്തിച്ച് കൊടുക്കാം. അപ്പം ദീപം പോലെ കത്തിച്ച് ഇങ്ങനെ വയ്ക്കണം. അപ്പോൾ ഞാനൊരു തീപ്പെട്ടി എടുത്തിട്ട് അതൊന്ന് കത്തിച്ച് വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു മൺചീരതാണ്. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടായിരിക്കാം. നമ്മൾ വിളക്കൊക്കെ കത്തിക്കത്തില്ലേ, മണ്ണ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള. അപ്പം അത് ഉണ്ട് എന്നുണ്ടെങ്കിൽ എടുക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ ബൗൾ ആയാലും മതി, ഒരു ചെറിയ ബൗളോ അങ്ങനെ എന്തായാലും മതി. ഇത് താഴെ വീണ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനൊരു ബൗളിലോ അല്ലെങ്കിൽ മൺചീരയിലോ എന്തിലെങ്കിലും ഒന്ന് വെക്കേണ്ടത്. അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയൊരു റെമഡി റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് വൈകുന്നേര സമയങ്ങളിലൊക്കെ ഒന്ന് കത്തിച്ചിട്ട് വാതിലിൻ്റെ അവിടെ ഇങ്ങനെ കുറച്ച് നേരം വെക്കുക. പിന്നെ നമ്മുടെ ബെഡ്റൂമിലും അടുക്കളയിലും എല്ലാ സ്ഥലങ്ങളിലും ഒന്ന് കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ്സ് ഒക്കെ ഒന്ന് വെച്ചിരിക്കണം. അപ്പം ഇതിൽ നിന്ന് നല്ല ഒരു സ്മെല്ല് കൂടി വരും. അപ്പം എന്തായാലും ഇത് ഇഷ്ടമായാലും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ല ഈസി ആയിട്ടുള്ള ടിപ്പാണ്.